നാഗ കുന്നുകളിലെ ഉയരം കൂടിയ കൊടുമുടി സരാമതി കൊടുമുടി. ലൂഷായ് കുന്നുകൾ, മിസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാം. മിസോറാമിലൂടെ ഒഴുകുന്നത് മേഘ്ന നദിയുടെ പോഷകനദി ബാരാക് നദി. മണിപ്പൂരിലൂടെ ഒഴുകുന്ന ഐരാവതി നദിയുടെ പോഷകനദി ചിൻബിൻ. ഉത്തരപർവ്വത മേഖലയിലുടനീളം ഇരുണ്ട് തവിട്ട് നിറത്തിലോ കറുത്ത നിറത്തിലോ കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയ മണ്ണ് പർവ്വതമണ്ണ്. ഹിമാലയം ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ഭൗതിക വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 5 ഉപവിഭാഗങ്ങളായി തരംതിരിക്കാം. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയവും, ഡാർജിലിംഗും സിക്കിം ഹിമാലയവും, അരുണാചൽ ഹിമാലയം, കിഴക്കൻ മലകൾ. കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർപ്പാഞ്ചൽ. കാശ്മീർ ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന കളിമണ്ണിൻ്റെ കട്ടിയുള്ള നിക്ഷേപങ്ങൾ കരേവ. കുങ്കുമകൃഷിക്ക് വളരെ ഉപയോഗപ്രദമായ കളിമണ്ണ് കരേവ. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻറാം, മേഘാലയ. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന ആദ്യം വിശേഷണം വെച്ച സ്ഥലം ചിറാപുഞ്ചി. ചിറാപുഞ്ചിയുടെ പുതിയ പേര് സോഹ്ര. ചിറാപുഞ്ചി, മൗസിൻറാം എന്നീ സ്ഥിതി ചെയ്യുന്ന മലനിര ഖാസി ഗാരോ ജയന്തി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി അങ്കുവെ, കർണാടക. കേരളത്തിലെ ചിറാപുഞ്ചി ലക്കിടി, വയനാട്. ചുരങ്ങൾ. ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ, മലമ്പാതകൾ. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗതയോഗ്യമായ ചുരം ഉംലിംഗ് ല ചുരം 19,300 ഫീറ്റ്. ലഡാക്ക് മേഖലയിലെ ചിംസ്മിലെ, ഡെംചോക്ക് എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഗാർതുംഗ്ല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സിയാച്ചിൻ ഗ്ലേസിയർ, ലഡാക്ക്.